ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും ആളുകൾ മറ്റൊരു അതിജീവന പാതയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമലയിലാണ്. ചൂരൽമല ടൗണാണ്, അങ്ങാടിയാണ്. ഇവിടെ പലതരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ നിരവധി ആളുകൾ ജോലി ചെയ്തിരുന്നു. അവരുടെ ഉപജീവന മാർഗമായിരുന്നു. അത്തരത്തിൽ ഒരു ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. രേവതിയാണ്. രേവതി ഇന്നിപ്പോൾ ആ ബേക്കറി ഉരുളിൽ നഷ്ടപ്പെട്ടു. അതിനുശേഷം ജോലിയില്ലാണ്ടായി. ഇപ്പോൾ മറ്റൊരു അതിജീവനമാണ്. ചെറിയ തരത്തിൽ ഇവിടെ മറ്റേ വെള്ളം ഇതൊക്കെ കൊടുത്ത് ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. ഉപജീവന മാർഗം കണ്ടെത്തുകയാണ്. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒരു തിരിച്ചുവരവാണ്. ഇപ്പോൾ ഒരു ഇതൊക്കെ ഇങ്ങനെ പോകുന്നു. നമുക്ക് വരുമാനം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ചെറിയ തോതിൽ വെള്ളം, അച്ചാറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ടൂറിസ്റ്റ് ബേസ് ചെയ്ത് ചെയ്യുവാണ്, വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട്. മുൻപ് നല്ല രീതിയിൽ ഇവിടെ അതെ ആണ്. നമുക്ക് ഞാനിവിടെ ലൈമ ബേക്കറിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നു. 9 വർഷത്തോളം അവിടെ തന്നെയായിരുന്നു. അത്യാവശ്യം വർക്കും ഉണ്ടായിരുന്നു, സാലറിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം വർക്കും ഇല്ല, സാലറിയും ഇല്ല, ജീവിക്കാൻ മുന്നോട്ടൊരു വഴിയും ഇല്ലാതെ നിൽക്കുവാണ്. അപ്പം ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ, അങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കോട്ടവയലിൽ വാടകയ്ക്ക് നിൽക്കാം. അവിടുന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അതെ, 16 കിലോമീറ്ററോളം ഇങ്ങോട്ട് വരണം. ഡെയിലി വന്ന് പോകണം. പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല. മുന്നോട്ടേക്ക് എന്താവും എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഇവരുടെ ഒരു പുഞ്ചിരി അതങ്ങനെ തുടരട്ടെ. കാരണം ഒരു പ്രതീക്ഷയാണ് അവർക്ക് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. ആ പ്രയാണം അവർ പലതരത്തിൽ ജീവിതമാർഗം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഇവിടെ വരുന്ന ആളുകൾ എന്തായാലും ഇത്തരം ആ കടകളിലൊക്കെ കയറണം. ഇവരുടെ വരുമാന മാർഗം അതുമാത്രമാണ്. ഈ ദുരന്ത മേഖല കാണാനെത്തുന്ന ആളുകൾ സന്ദർശിച്ചാൽ ഇവരുടെ കടയിലെത്തി ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ അവർക്കൊരു ജീവിത മാർഗം കൂടിയാവും.